ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ബിസ്ക്കറ്റ് കൊണ്ടിട്ടൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്രീം ബിസ്ക്കറ്റാണ്. ഇപ്പോൾ ക്രീമൊന്നും മാറ്റാതെ തന്നെയാണ് ഞാനിപ്പോൾ അടിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നതാണ്. ആ വിപ്പിംഗ് ക്രീമിൻ്റെ അകത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ന്യൂട്ടല്ലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ന്യൂട്ടല്ല. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണ് നമുക്കിതിൻ്റെ അകത്തേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ വിസ്കോ കൊണ്ട് നല്ലതുപോലെ നമുക്കിതിനെ മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതിനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് ബിസ്ക്കറ്റിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ന്യൂട്ടല്ലയും വിപ്പിംഗ് ക്രീമും കൂടെ അടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ നല്ലൊരു തിക്നെസ്സോടുകൂടിയാണ് നമുക്കിത് കിട്ടേണ്ടത്. എനിക്ക് മോനാണ് ബീറ്റ് ചെയ്ത് തന്നെ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒന്ന് ലൂസായിട്ടായിരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മളൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ അത് നല്ലതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് ഒരു 30 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഞാൻ ഇവിടെ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചൂടാക്കിയ വിപ്പിംഗ് ക്രീമിൻ്റെ അകത്തേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചോക്ലേറ്റും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ നമുക്കതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫുൾ ചോക്ലേറ്റും മെൽറ്റായി കിട്ടിക്കോളും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് 3ാമത്തെ ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ എന്നെപ്പോലെ മധുരം ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. കണ്ടല്ലോ. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.